സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതം എന്നതിനപ്പുറമുള്ള ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ്റെ രക്ഷയാണ്. നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റൊരുത്തൻ്റെ രക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളൊരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മുടെ പെട്ടിയും കിടക്കയും പ്രമാണമൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പുറത്തു പോകുന്നു. കാരണം നമുക്കറിയാം, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു വലിയ സ്ഫോടനമുണ്ടാവുകയും ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ആ സ്ഫോടനത്തിൽ മരണപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് നമുക്കറിയാം. അതറിയുന്നത് കൊണ്ട് ആ സ്ഫോടനം നടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടോടുന്ന ഒരു സാഹചര്യം നിങ്ങളത് സങ്കല്പിച്ച് നോക്കുക. അയാളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? വീട്ടിലുള്ള ആളുകളെയൊക്കെ അവിടെ അങ്ങനെ നിർത്തിയിട്ട് സ്വന്തം ശരീരത്തെ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ, നമസ്കരിക്കുകയും പ്രബോധനം നിർവഹിക്കുകയും ചെയ്യാത്തവർ സമാനമാണ്. സക്കാത്ത് കൊടുക്കുകയും ദഅവത്ത് നിർവഹിക്കുകയും ചെയ്യാത്തവർ സമാനമാണ്. സുന്നത്ത് നോമ്പും രാത്രി നിസ്കാരവും ഉണ്ടാകും, ദഅവാ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, സമാനമാണ്. മറ്റൊരാളോട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ രക്ഷയാണല്ലോ, എനിക്ക് സ്വർഗം കിട്ടാൻ, ഞാൻ നരകത്ത് പോകാതിരിക്കാൻ, എനിക്ക് അപകടം വരാതിരിക്കാൻ ഞാനതെൻ്റെ ഭാര്യയോട് പറയുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ മക്കളോട് പറയുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ കുടുംബത്തോട് പങ്കുവെക്കുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ നാട്ടുകാരെ അറിയിക്കുന്നില്ലെങ്കിൽ, അവിടെ എനിക്ക് ബോധ്യപ്പെട്ട വരാനിരിക്കുന്നൊരു ദുരന്തത്തിൽ നിന്ന് ഞാൻ എന്നെ മാത്രം രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥന്മാരായി നമുക്ക് മാറാൻ കഴിയില്ല. അതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ജബ്ബാർ അൽ മുഹൈമിൻ അൽ ഗഫാർ ഗാഫിരി ദംബ് വഖാബിലി തൗബ് ലഹുൽ കിതാബ് ഇലൈഹിൽ ഇയാബ് വഅലൈഹിൽ ഹിസാബ് നഹ്മദഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദ്ദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. ആദരണീയനായ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ, കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ സംസ്ഥാന ട്രഷറർ നൂർഷ സാഹിബ്, വേദിയിലുള്ള ISMൻ്റെ ഭാരവാഹികളെ, നേതാക്കളെ, ഏറ്റവും ബഹുമാനരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്തവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദ് യുവജന പ്രസ്ഥാനം പ്രൊഫഷണൽ രംഗത്തുള്ള പ്രസ്ഥാന ബന്ധുക്കളെ സംഘടിപ്പിക്കുകയും
ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രൊഫെക്സൽ എന്ന പേരിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ രംഗങ്ങളിലും പെട്ട ആളുകൾ ഇസ്ലാമികമായ വിഷയങ്ങളിൽ ബോധമുള്ളവരാവുകയും അവർ സംസ്കരിക്കപ്പെടുകയും അവരിലൂടെ അവരുൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തെ മുഴുവൻ സംസ്കരിക്കാനുള്ള ആശയപരമായ വിശ്വാസപരമായ വൈകല്യങ്ങളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വലിയ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുകയും ആളുകൾ നിരന്തരമായി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ജീവനുള്ളൊരു മതം എന്ന നിലയിൽ ശത്രുവിൻ്റെ പോലും ശ്രദ്ധ കിട്ടിക്കൊണ്ടിരിക്കുന്ന, ഉള്ളിൽ മനസ്സിനകത്ത് വലിയ വിരോധമുള്ളവരുടെ പോലും ശ്രദ്ധ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മതമാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അനുകൂലമായാണെങ്കിലും പ്രതികൂലമായാണെങ്കിലും ആളുകൾക്ക് മറന്നുപോകാനും അവഗണിക്കാനും കഴിയാത്ത വിധം ലോകത്ത് എല്ലാ കാലങ്ങളിലും ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിലനിൽക്കുന്നു എന്നത് പ്രബോധകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിലയിരുത്തേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അനുകൂലമായ ചർച്ചകളിൽ നിന്ന് മാത്രമല്ല ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ആളുകൾ കടന്നു വന്നിട്ടുള്ളത്. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്രമേൽ പീഡിപ്പിക്കുവാൻ, മർദ്ദിക്കുവാൻ, അകറ്റാനും തള്ളിക്കളയാനും മുഹമ്മദിന്റെ പ്രശ്നം എന്താണ്? ഞാനും അവനോടൊപ്പം ചേരുന്നുവെന്നാണ്. മുഹമ്മദിന്റെ കൂടെ ഞാൻ ചേരുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള ക്രൂരമായ മർദ്ദനങ്ങളാണ് മുഹമ്മദ് നബിയോടൊപ്പം നിൽക്കാം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ എത്തിച്ചത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുള്ള അവസരമാണ് നമുക്ക് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നാം വിശ്വസിക്കുന്ന, സ്വീകരിച്ചിട്ടുള്ള, ജീവിതത്തിൽ പകർത്തുന്ന, ദൈനംദിന ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന സത്യത്തെ, സന്ദേശത്തെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വലിയ അവസരമാണ് നമുക്ക് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം കാലാകാലങ്ങളിൽ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു പോന്ന ഒരു സംഘടനയാണ്. മുജാഹിദ് പ്രസ്ഥാനം ദുർബലപ്പെടുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ എങ്കിലും മനസ്സിലുണ്ടാകേണ്ടത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർജീവമാവുക, ദുർബലപ്പെടുക എന്നൊക്കെയാണ്. മുജാഹിദ് പ്രസ്ഥാനം ശക്തിപ്പെടുക എന്നതുകൊണ്ട് അർത്ഥം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആൾബലം കൂടുമ്പോഴല്ല. ഒരു ജില്ലയിൽ മുജാഹിദ് മെമ്പർമാരുടെ എണ്ണവും അംഗസംഖ്യയും വർദ്ധിക്കുമ്പോഴല്ല. ഒരു ജില്ലയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂടുകയും ആവേശം വർദ്ധിക്കുകയും എണ്ണം കൂടുകയും ഫലവത്തായ രീതിയിൽ അത് നിർവഹിക്കാൻ ആളുകൾ രംഗത്ത് വരികയും ചെയ്യുമ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനം സജീവമാണ് എന്ന് വിലയിരുത്തേണ്ടത്. നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന
നമ്മൾ അനുഭവിക്കേണ്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രബോധകന്മാരെല്ലാം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരു സന്തോഷമാണ്. ലോകത്ത് ഒരുപാട്, നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള ഒരുപാട് ഇസ്ലാമിക സംഘടനകളുടെ കൂട്ടത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് നമ്മളെ പിടിച്ചു നിർത്തുന്ന, ഒരു മുജാഹിദായി ജീവിക്കാം, മുജാഹിദ് കൂട്ടായ്മയോടൊപ്പം നിൽക്കാം എന്ന് തീരുമാനിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ വീക്ഷണവും എൻ്റെ വിശ്വാസവും മുജാഹിദ് പ്രസ്ഥാനമാണ്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മുസ്ലിം സംഘടനകളുടെ കൂട്ടത്തിൽ 10,000-കണക്കിന് ആളുകൾ, തൊട്ടെണ്ണി പറയാൻ കഴിയുന്ന, ഒരുപക്ഷെ ഈ സദസ്സിൽ പോലും ഇരിക്കുന്ന 10,000-കണക്കിന് ആളുകളെ അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു എന്ന വിലാസമാണ്, അത്തരം ഒരു അഡ്രസ്സാണ് കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ഒരുപക്ഷെ മുജാഹിദുകൾക്ക് ഒരു വലിയ രാഷ്ട്രീയ അവബോധം നൽകിയ സയനിസം എന്താണ്, അമേരിക്ക എന്താണ്, ലോകമെന്താണ്, ലോകത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നൊക്കെ പഠിപ്പിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കൊരു പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. മാധ്യമരംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു വലിയ ഇസ്ലാമിക സംഘടനയുടെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതല്ലാത്ത സംഘടനകളും വേറെയുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വിപ്ലവകരമായ മുന്നേറ്റം നടത്തിയ ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് നമ്മൾ ഒരിക്കലും അവകാശപ്പെടില്ല. പക്ഷെ ആർക്കും അവകാശപ്പെടാൻ കഴിയാത്ത, ആരും അവകാശപ്പെടാൻ ആഗ്രഹിക്കാത്ത, അവകാശപ്പെടണം എന്നുപോലും ആർക്കും അറിയാത്ത ഒരു വലിയ വസ്തുത നമ്മുടെ പ്രസ്ഥാനവുമായി, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുണ്ട്. മരണപ്പെട്ടാൽ പരലോകത്ത് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, നരകത്തിലേക്ക് കൂട്ടത്തോടുകൂടെ ആനയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്ന, നരകത്തിലേക്ക് കൂട്ടത്തോടുകൂടെ ആനയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമായിരുന്ന 10,000-കണക്കിന് ആളുകളെ അവരുടെ കൈപിടിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു എന്ന ഒരു വലിയ ചരിത്രം, അത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മാത്രം ചരിത്രമാണ്. കോഴിക്കോട് ടൗൺ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ISMന്റെ പ്രവർത്തകനോട് വിശദമായി സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബമൊക്കെ മുജാഹിദ് കുടുംബാണോ? അല്ല, മുജാഹിദ് കുടുംബമല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക്, സലഫി ആശയത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത്? എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ +2 കാലത്തെ കുറിച്ച് ഓർക്കുകയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കോഴിക്കോട് ടൗണിലെ പഠനകാലത്ത് ഒരു മുജാഹിദ് പള്ളിയിൽ കയറിയപ്പോൾ കിട്ടിയ ഉത്ബോധനത്തിന്റെ ഒരു സ്പാർക്കാണ്. ആ പള്ളിയിൽ അദ്ദേഹം കയറുന്നതിനൊരു കാരണമുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് കൊണ്ട് ആ കാരണം കൂടി പറയാം എന്ന് തോന്നുന്നു. വീട്ടുകാരറിയാതെ രാവിലത്തെ ഷോ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഷോ രണ്ടിനും പോകണം ആൾക്ക്. കാരണം ക്ലാസ് ടൈം മുഴുവൻ സിനിമ കണ്ടു തീർക്കണം എന്ന് തീരുമാനിച്ച ഒരു 10ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു കൗമാരക്കാരൻ്റെ ഒരു കാലം. അപ്പോൾ രാവിലത്തെ ഷോ കഴിഞ്ഞാൽ ഇടവേള ഉണ്ടല്ലോ, അത് തീർക്കാൻ ആൾ ചെയ്യ ടൗണിലെ ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് കയറി നിസ്കരിക്കുകയും ചെയ്യും, കുറച്ചു നേരം അവിടെ ഇരിക്കും അടുത്ത ഷോ ആകുന്നവരെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിട്ടിയ ഒരു ക്ലാസ്സാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ജാറത്തിൻ്റെയും ദർഗയുടെയും ഷിർക്കിൻ്റെ ഒക്കെ ആൾക്കാരാണ്. പക്ഷെ ഞാൻ ഈ ക്ലാസ്സിന് ശേഷം നിരന്തരമായി വെള്ളിയാഴ്ചകളിൽ ആ പള്ളിയിൽ പോകാൻ തുടങ്ങി. ഞാൻ അങ്ങനെയാണ് പ്രസ്ഥാനത്തോട് അടുക്കുന്നത്. നിങ്ങൾ സംസാരിച്ച് നോക്ക്, നിങ്ങളുടെ കസേരയുടെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, പരമ്പരാഗത മുജാഹിദുകളെക്കാൾ ബാപ്പ മുജാഹിദാണ്, മകനും മുജാഹിദാണ് എന്ന് പറയുന്നതിനേക്കാൾ എണ്ണം കൂടുതലും ശതമാനം അധികമുള്ളത് ഇങ്ങനെ കേട്ട, അറിഞ്ഞ, പഠിച്ച, മനസ്സിലാക്കിയ ഉത്ബോധനങ്ങളിൽ നിന്ന് മനസ്സിനകത്ത് മാറ്റമുണ്ടായി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതലുള്ളത്. ഞാൻ അവിടെയാണ് പറയുന്നത്, ഇതൊരു വലിയ ദൗത്യവാഹക സംഘമാണ്. നരകത്തിന്റെ വഴിയിലൂടെ ശാപകോപങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വലിയ ശിക്ഷയിലേക്ക് നടന്നു പോകുന്ന ലക്ഷോപലക്ഷം ആളുകളിൽ നിന്ന് കയ്യിൽ കിട്ടാവുന്നവരെ മുഴുവൻ പിടിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, സത്യത്തിന്റെ മാർഗത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന, തൗഹീദിന്റെ വഴിയിൽ ഉറപ്പിച്ച
കുറച്ചാളുകളെ നിർത്താൻ നിരന്തരമായി പരിശ്രമിക്കുന്ന ഒരു മഹാപ്രസ്ഥാനം. ഇത് ബലപ്പെടണം, ശക്തിപ്പെടണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒരു ദിവസം ഒരു പ്രദേശത്ത് ഒരാളെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്ന, അള്ളാന്റെ റസൂലിനെ കുറിച്ച് കേൾക്കുന്ന, പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കേൾക്കുന്ന, അള്ളാന്റെ റസൂലിന്റെ തിരുസുന്നത്തുകൾ പഠിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ പ്രദേശത്ത്, മഹല്ലിൽ, നമ്മൾ ജീവിക്കുന്ന ഗ്രാമത്തിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ഉണ്ടാകണം. അതിന് എൻ്റെ നാട്ടിലെ മുജാഹിദ് പ്രസ്ഥാനവും, എൻ്റെ നാട്ടിലെ യുവജന സംഘടനയും, എൻ്റെ നാട്ടിലെ സ്ത്രീകളുടെ സംഘടനയും, എൻ്റെ നാട്ടിലെ വിദ്യാർത്ഥി ഘടകവും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു നാടായി എൻ്റെ നാട് മാറണം. പ്രബോധന പ്രവർത്തനങ്ങൾ എൻ്റെ നാട്ടിൽ ശക്തമായി നടക്കണം. അതിലൂടെ ഇനിയും കൂടുതൽ ആളുകളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കണം. എൻ്റെ പരിശ്രമ ഫലമായി നമുക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാൻ കഴിയണം. എൻ്റെ അധ്വാനത്തിന്റെ ഭാഗമായി ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്ന, ഒരാളുടെ കാതിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാതിൽ തൗഹീദിന്റെ ശബ്ദം ചെന്നലക്കുന്നതിന് കാരണക്കാരനായി ഞാൻ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് അതിയായി നമ്മൾ ആഗ്രഹിക്കണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. പരലോകത്ത് വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതം എന്ന് പറയേണ്ടി വരരുത്. പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതെ പോയല്ലോ എന്ന് വിലപിക്കേണ്ടി വരരുത്. പരിശുദ്ധ ഖുർആനിൽ 39-ാം അധ്യായം സൂറത്ത് സുമറിലെ 56, 57, 58 ആയത്തുകൾ അള്ളാഹുവിനോട് പരലോകത്ത് വന്ന് മനുഷ്യൻ നടത്തുന്ന ഖേദപ്രകടനങ്ങളാണ്. സഹോദരങ്ങളെ, നാം അള്ളാഹുവിൻ്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഉപജീവന മാർഗങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടു പോയാൽ, ഉപജീവന മാർഗത്തിനു വേണ്ടി അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും സമയം ചെലവഴിക്കുന്നതും കഷ്ടപ്പെടുന്നതും നന്മയാണെന്നും പുണ്യമാണെന്നും പഠിപ്പിച്ചൊരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. പക്ഷേ ജീവിതം അതുമാത്രമായി മാറിയാലോ? എന്തിനാണ് ജീവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് ആയി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായാലോ? 60 കൊല്ലം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റി എന്നാണ് ജീവിതം നൽകുന്ന ഉത്തരമെങ്കിൽ, ഒരു വീടുണ്ടാക്കി ഞാൻ എൻ്റെ മക്കളെ പോറ്റി, എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു, ഇത് കാക്ക പറയുന്ന ഉത്തരമാണ്, പക്ഷികൾ പറയുന്ന ഉത്തരമാണ്, കുരുവികൾ പറയുന്ന ഒരു ഉത്തരമാണ്. ഒരു കുരുവി ജീവിതമല്ല, ഒരു കാക്കയുടെ ജീവിതമല്ല നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒരു കുരുവി അതിൻ്റെ ജീവൻ പോകാൻ സമയത്ത് എൻ്റെ ജീവിതത്തിന്റെ ആകത്തുക എന്താണ് എന്ന് ചോദിക്കുമ്പോൾ കുരുവിക്ക് കിട്ടുന്നൊരു ഉത്തരമുണ്ട്, ഞാനൊരു കൂടുണ്ടാക്കി എന്നൊരു ഉത്തരം, ഞാൻ എൻ്റെ മക്കളെ പോറ്റി എന്നൊരു ഉത്തരം, എനിക്കും എൻ്റെ ഇണക്കും എൻ്റെ മക്കൾക്കും ഭക്ഷണം കണ്ടെത്തി എന്നൊരു ഉത്തരം. അതൊരു കുരുവിക്ക് പറയാൻ കഴിയുന്ന, നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച കയ്യിന്റെ ഉള്ളിൽ കൊള്ളുന്ന ഒരു കുരുവിക്ക് പറയാൻ കഴിയുന്ന ഉത്തരമാണ് ജീവിതത്തെക്കുറിച്ച്. ഞാൻ എൻ്റെ ജീവിതത്തെ, എൻ്റെ മക്കളുടെ ജീവിതത്തെ, എൻ്റെ കുടുംബത്തെ, എനിക്കൊരു വീട് എന്നൊക്കെയുള്ള ഉത്തരം ഒരു കുരുവിക്ക് പറയാൻ കഴിയുന്ന മറുപടിയാണ് ജീവിതത്തെക്കുറിച്ച്. നമുക്ക് അള്ളാഹു ജീവൻ തന്നതും ജീവിതം തന്നതും അതിനു വേണ്ടിയല്ല. കുരുവിക്ക് അള്ളാഹു കൊടുത്ത ബുദ്ധിയെ വിശകലനം ചെയ്താൽ കുരുവിക്കും മക്കൾക്കും കുടുംബത്തിനും ഭക്ഷണം തേടാനുള്ള അറിവും മനസ്സും മസ്തിഷ്കവും സാഹചര്യങ്ങളും സാധ്യതകളുമേ കുരുവികൾക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. നമുക്ക് നമ്മുടെ മക്കളെ പോറ്റാനുള്ള ബുദ്ധി മാത്രമല്ല അള്ളാഹു തന്നിട്ടുള്ളത്. ഒരു വീട് വെച്ച് ആ വീട്ടിനകത്ത് മക്കളുമായി സുഖസുന്ദരമായി കഴിയാനുള്ള സ്കില്ല് മാത്രമല്ല അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുള്ളത്. ഒരു നാടിനെ മുഴുവൻ, ഒരു ഗ്രാമത്തെ മുഴുവൻ, ഒരു പ്രദേശത്തെ മുഴുവൻ, ഒരു കാലഘട്ടത്തെ മുഴുവൻ പോറ്റാനുള്ള സമ്പത്തുണ്ടാക്കാൻ ഒരാൾ ഇറങ്ങിപ്പുറപ്പെട്ടാൽ അതിൻ്റെ സാധ്യതകൾ ഒരു മനുഷ്യന്റെ മുന്നിൽ തുറന്നു വെച്ചിട്ടാണ് അള്ളാഹു നമ്മളെ പടച്ചു വിട്ടിട്ടുള്ളത്. 10 തലമുറ തിന്നു തീർക്കാനുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കുമെന്നൊരാൾ തീരുമാനിച്ചാൽ അതിനുള്ള സാധ്യതകൾ തന്നിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതം എന്നതിനപ്പുറമുള്ള ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്റെ രക്ഷയാണ്. നമ്മളോടൊപ്പം ജീവിക്കുന്ന മറ്റൊരുത്തൻ്റെ രക്ഷയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളൊരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുമ്പോൾ ആ താമസിക്കുന്ന വീട്ടിൽ നിന്ന് നമ്മളൊരു സുപ്രഭാതത്തിൽ നമ്മുടെ പെട്ടിയും കിടക്കയും പ്രമാണമൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പുറത്തു പോകുന്നു. കാരണം
നമുക്കറിയാം, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഒരു വലിയ സ്ഫോടനമുണ്ടാവുകയും ആ വീട്ടിലുള്ള മുഴുവൻ ആളുകളും ആ സ്ഫോടനത്തിൽ മരണപ്പെട്ടു പോവുകയും ചെയ്യും എന്ന് നമുക്കറിയാം. അതറിയുന്നത് കൊണ്ട് ആ സ്ഫോടനം നടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ സാധന സാമഗ്രികളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടോടുന്ന ഒരു സാഹചര്യം നിങ്ങളത് സങ്കല്പിച്ച് നോക്കുക. അയാളെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുക? വീട്ടിലുള്ള ആളുകളെയൊക്കെ അവിടെ അങ്ങനെ നിർത്തിയിട്ട് സ്വന്തം ശരീരത്തെ സ്ഫോടനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവർ, നമസ്കരിക്കുകയും പ്രബോധനം നിർവഹിക്കുകയും ചെയ്യാത്തവർ സമാനമാണ്. സക്കാത്ത് കൊടുക്കുകയും ദഅവത്ത് നിർവഹിക്കുകയും ചെയ്യാത്തവർ സമാനമാണ്. സുന്നത്ത് നോമ്പും രാത്രി നിസ്കാരവും ഉണ്ടാകും, ദഅവാ പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല, സമാനമാണ്. മറ്റൊരാളോട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ രക്ഷയാണല്ലോ, എനിക്ക് സ്വർഗം കിട്ടാൻ, ഞാൻ നരകത്ത് പോകാതിരിക്കാൻ, എനിക്ക് അപകടം വരാതിരിക്കാൻ ഞാനതെൻ്റെ ഭാര്യയോട് പറയുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ മക്കളോട് പറയുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ കുടുംബത്തോട് പങ്കുവെക്കുന്നില്ലെങ്കിൽ, ഞാനതെൻ്റെ നാട്ടുകാരെ അറിയിക്കുന്നില്ലെങ്കിൽ, അവിടെ എനിക്ക് ബോധ്യപ്പെട്ട വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൽ നിന്ന് ഞാൻ എന്നെ മാത്രം രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥന്മാരായി നമുക്ക് മാറാൻ കഴിയില്ല. അതാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. എല്ലാവരുടെയും രക്ഷയാണ്. നമുക്കറിയുന്ന, നാം പരിചയപ്പെട്ട ഏതൊരാളും രക്ഷപ്പെടണമെന്ന ചിന്തയാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹു നമ്മളോട് പറഞ്ഞു, അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു, നിങ്ങൾ അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യണം. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു, നിങ്ങൾക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അദാബ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഖേദിച്ചു മടങ്ങുകയും അള്ളാഹുവിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുകയും ചെയ്യണം, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷ വരുന്നതിന് മുമ്പായി. വത്തബിയു അഹ്സനമാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ഏറ്റവും നല്ല സംസാരത്തെ നിങ്ങൾ അതിനെ പിൻപറ്റുകയും ചെയ്യണം. എന്നിട്ടാണ് 56-ാമത്തെ ആയത്തിൽ അള്ളാഹു അൻ തഖൂല നഫ്സുൻ, അല്ലെങ്കിൽ പരലോകത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരും, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. അള്ളാഹുവിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, അള്ളാഹുവിനോട് ഞാൻ കാണിക്കേണ്ടതായ ചില ഉത്തരവാദിത്തങ്ങൾ ഞാനത് നിർവഹിക്കാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് സങ്കടം പറയേണ്ടി വരും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യേണ്ടതായ ചില പ്രവർത്തനങ്ങൾ ചെയ്യാതെ പോയല്ലോ എന്ന് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു കാരണം അതാണ്, പരലോകത്ത് വരുമ്പോൾ അള്ളാഹുവിനോട് നമുക്ക് പറയേണ്ടി വരും, ഉത്തരവാദിത്തം നിർവഹിക്കാത്തവർ, ബാധ്യത നിർവഹിക്കാത്തവർ, കർത്തവ്യങ്ങൾ നിർവഹിക്കാത്തവർ, കടമകൾ നിർവഹിക്കാത്തവർ, അവർക്ക് അള്ളാഹുവിനോട് പറയേണ്ടി വരും, ഫറത്തു ഫീ ജംബില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, എന്നെ ഏൽപ്പിക്കപ്പെട്ട ബാധ്യതകൾ, കടമകൾ, അത് ഞാൻ നിർവഹിക്കാതെ പോയല്ലോ എന്ന് പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ലെങ്കിൽ ഔ തഖൂല അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ, ഞാൻ സൂക്ഷിക്കാതിരുന്നത്, എൻ്റെ ജീവിതത്തിൽ നന്മകളില്ലാതെ പോയത്, ഞാൻ നന്നാകാതെ പോയത് അള്ളാഹു എന്നെ നന്നാക്കാത്തത് കൊണ്ടാണ് എന്ന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തേണ്ടി വരും. പടച്ചോ നന്നാക്കാത്തത് കൊണ്ടാണ് ഞാൻ നന്നാകാതെ പോയത് എന്ന് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നാളെ പരലോകത്തുണ്ടാവും. അതല്ലെങ്കിൽ ഔ തഖൂല ഹീന തറൽ അദാബ ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, എനിക്കൊരു തിരിച്ചുവരവുണ്ടായാൽ ഞാൻ നന്നായിക്കോളാം എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഒരു ചാൻസ്, രണ്ടാമതൊരവസരം കൂടെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നന്നായിക്കോളാം, എൻ്റെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ ഞാൻ നിർവഹിച്ചു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരുന്നൊരു സാഹചര്യം മനുഷ്യർക്കുണ്ടാകും. സഹോദരങ്ങളെ, നമുക്കിത് സംഭവിക്കരുത്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ വളരെ കൃത്യമായി നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങൾ ഉണ്ടാകണം. നിർബന്ധമായും നമ്മൾ അതിനു വേണ്ടി നമ്മുടെ പ്രസ്ഥാനത്തെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും ഉപയോഗപ്പെടുത്തണം. നമ്മുടെ നമ്മിലേക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു യാദർച്ഛികമായി വന്നെത്തിയതല്ല. എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്വാധീനമുണ്ടെങ്കിൽ, ദീനിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ, വിശ്വാസത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ അത് നമ്മുടെ മുൻഗാമികളുടെ കഠിനാധ്വാനങ്ങളെ കൊണ്ടാണ്. ഒരിക്കലും വളരെ എളുപ്പത്തിൽ
ആർക്കും ഒരു പ്രയാസമില്ലാതെ ഇങ്ങനെ എത്തിപ്പെട്ടിട്ടാണ് ഞാൻ മുവഹിദായത് എന്ന് നമ്മൾ വിചാരിക്കരുത്. അള്ളാഹുവിൻ്റെ ഒരു നൂറ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശം നമ്മുടെ മനസ്സിനകത്ത് വരികയും വെട്ടം പരത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൂറ്റാണ്ടുകളിലൂടെ അനേകം മനുഷ്യരുടെ കർമ്മങ്ങളിലൂടെയും കഠിനാധ്വാനങ്ങളിലൂടെയുമാണ് ആ പ്രകാശം കൈമാറി വന്ന് നമ്മുടെ മനസ്സുകളിലെത്തിയത്. അത് അവിടെ വന്ന് കെട്ട് അടുത്തൊരാളിലേക്ക് പകർന്നു കൊടുക്കാതെ ആ വെളിച്ചം നമ്മുടെ മനസ്സിൽ വന്ന് കെട്ടുപോകേണ്ടതല്ല. ഒറ്റയ്ക്ക് നടന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ ശാന്തമായി തനിച്ചിരുന്ന് അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരുപാട് ഘട്ടങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കണ്ട അനുഭവം ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. റസൂലാണ് എന്നറിയാതെ, ഇത് മുഹമ്മദ് നബിയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ ആദ്യമായി കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ്, അദ്ദേഹം ഞങ്ങളൊക്കെ തമ്പടിച്ച ആ തമ്പിനടുത്ത് വന്നിട്ട് ആളുകളോട് ഇങ്ങനെ പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവിൻ, തുഫ്ലിഹു, നിങ്ങൾ വിജയം വരിക്കുമെന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാമതൊരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ തമ്പടിച്ച ഞങ്ങളുടെ അടുത്ത് രാത്രിയിൽ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് യാ യുഹന്നാസ്, ജനങ്ങളെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുവിൻ എന്ന് പറയുമ്പോൾ രണ്ടാമതൊരാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് വന്നിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലതും നമ്മൾ ചെയ്യാത്തത് കൂടെ ആളില്ലാത്തത് കൊണ്ടാണ്, നമുക്ക് ടീമില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ അംഗസംഖ്യ തികയാത്തത് കൊണ്ടാണ്, നമ്മൾക്ക് പലപ്പോഴും ഇന്നയാളും വരാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്, ഞാൻ അങ്ങോട്ട് പോകാത്തത്, ഞാൻ ആ പണി നിർവഹിക്കാത്തത് എന്നൊക്കെ മറുപടി പറയുന്നവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഞാൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എൻ്റെ ആദർശമെന്ന് ആത്മാഭിമാനത്തോടുകൂടെ നമ്മൾ പറയും. ഈ സദസ്സിലിരിക്കുന്ന ഏതൊരാളും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എൻ്റെ ആദർശമെന്ന് ആത്മാഭിമാനത്തോടുകൂടെ പറയും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആത്മാഭിമാനം കാണിക്കുന്ന ആദർശവും അതിൻ്റെ കരുത്തും നമുക്കുണ്ടായത് കഷ്ടപ്പാടുകളിൽ നിന്നാണ്, വലിയ വലിയ ത്യാഗങ്ങളിൽ നിന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്ക് നടന്നിട്ട് ജനങ്ങളോട് പറയാൻ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വേറൊരാളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ പിന്നാലെ അയാൾ കുനിഞ്ഞിരുന്ന് കയ്യിൽ മണ്ണ് വാരിയെടുത്തിട്ട് ഈ ചെറുപ്പക്കാരനെ എറിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ജനങ്ങളോട് പറയും, ഇത് നമ്മുടെ പരമ്പരാഗത വിശ്വാസത്തേക്ക് തള്ളിക്കളയുന്ന ഒരു പുതിയ മതത്തിൻ്റെ ആളാണ്, നിങ്ങൾ ഇവന് ചെവി കൊടുക്കരുത്. മിനയിൽ മക്കയിൽ നിന്നല്ലാതെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് വന്ന ആളുകൾ ആരെങ്കിലും ഒരാൾ, മക്കക്കാർ കേൾക്കാൻ മടിക്കുന്നത്, മക്കക്കാർ പഠിക്കാൻ മടിക്കുന്നത്, മക്കക്കാർ സ്വീകരിക്കാൻ മടിക്കുന്നത് ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്ന ഏതെങ്കിലും മനുഷ്യനെ സ്വാധീനിച്ചാലോ എന്ന പ്രതീക്ഷയോടെ ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നത്, ഒറ്റയ്ക്ക് നടന്നുപോയി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ ഓരോ തമ്പിനും അരികിലൂടെ നടന്നു ചെന്നിട്ട് അവിടുത്തെ ആളുകളോട് പറയും, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. പിന്നാലൊരു മനുഷ്യനെ കണ്ടു എന്ന് പറയുന്നത് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്. അത് അബൂജഹലായിരുന്നു. അബൂജഹൽ കുനിഞ്ഞിരുന്നിട്ട് മണൽ വാരും, എന്നിട്ട് റസൂലിനെ എറിയും. ആളുകളോട് പറയും, നിങ്ങൾ ഇവനെ കേൾക്കരുത്, ഇവന് ചെവി കൊടുക്കരുത്. പരമ്പരാഗതമായി ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് എതിരായ പുതിയ മതവുമായി കടന്നു വന്നവനാണിവൻ. ഞങ്ങളൊക്കെ തള്ളിയ, മക്കക്കാരൊക്കെ അവഗണിച്ച ഒരുത്തനാണ്, ഇവനെ നിങ്ങൾ കേൾക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ മണലെടുത്തെറിഞ്ഞിട്ട് അബൂജഹൽ റസൂലിന്റെ പിന്നാലുണ്ടായിരുന്നു. എന്നാലും റസൂൽ അടുത്ത തമ്പിന്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് അവിടുത്തെ ആളുകളോട് യാ യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. ഒരു പ്രതീക്ഷയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ, ആരെങ്കിലും ഒരാൾ തന്നെ സ്വീകരിക്കുമെന്ന്, തന്നെ കേൾക്കുമെന്ന്, ഈ ആദർശത്തെ സ്വീകരിക്കുമെന്ന്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ്, ആരോരും കൂടെയില്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ അടക്കമുള്ള ആളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലും ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടായത് ഓരോ പ്രദേശത്തിനും ഓരോ ഗ്രാമത്തിലും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 10 പ്രവർത്തകർ, പഴയകാല പ്രവർത്തകർ ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10
10 ദിവസം ഇരുന്ന് കേൾക്കാൻ മാത്രമുള്ള ഒരു ചരിത്രം കേരളത്തിൽ ആ ഗ്രാമത്തിന് നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്, തൗഹീദുമായി ബന്ധപ്പെട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട്, ഉമർ മൗലവിയുമായി ബന്ധപ്പെട്ട്, AP അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ട്, രണ്ടത്താണി സെയ്ദ് മൗലവിയുമായി ബന്ധപ്പെട്ട്, മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികളുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രാമത്തിനും 10 ദിവസം കേൾക്കാനുള്ള കഥകൾ പറയാനുണ്ടാകും. കഷ്ടപ്പാടിലൂടെ, കഠിനാധ്വാനങ്ങളിലൂടെ, നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ, കേരളത്തിൽ നിരന്തരമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും. ഇങ്ങനെ വന്ന ഒരാശയം നമ്മളിൽ തട്ടി, നമ്മളിലെത്തി ഇവിടെ വെച്ച് നിന്നു പോകുന്ന, അടുത്തൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ദുരന്തം അത് സംഭവിക്കരുത്. അതിനാണ് പ്രബോധന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണം എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അതല്ല നഷ്ടപ്പെടുത്തുന്നവരും കെടുത്തിക്കളയുന്നവരും അടുത്തൊരു തലമുറയ്ക്ക് പങ്കുവെക്കാത്തവരുമാണെങ്കിൽ ആ മനുഷ്യ സമൂഹത്തെ മുഴുവൻ അള്ളാഹുവിൻ്റെ അപാരമായ ശിക്ഷയിലേക്ക് തള്ളിവിടുന്നവരായി ഞാനും നിങ്ങളും മാറുന്നൊരു സാഹചര്യമാണ് അതിലൂടെ ഉണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേര്, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ദൗത്യം, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഇത് മനസ്സിലാക്കി ഈ സംഘടനയുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ, പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരു പങ്കാളിത്തം ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം. ഓരോ കുടുംബവും, നമ്മളിപ്പോൾ പ്രൊഫഷണലുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ കുടുംബങ്ങളിലേക്ക് ഇസ്ലാമികമായ സന്ദേശം എത്തുന്നതിന് വേണ്ടി കൂടെയാണ്. നമ്മൾ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുമ്പോൾ, മറ്റുള്ളവരോട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, മറ്റുള്ളവരുടെ സ്വർഗത്തെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ, മറ്റുള്ളവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുമ്പോൾ അതേ പ്രാധാന്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്, നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടുണ്ട്. മതത്തിനെതിരായ, വിശ്വാസത്തിനെതിരായ, ദീനിനെതിരായ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളുമായി നമ്മുടെയൊക്കെ നാട്ടിൽ വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ആളുകൾ രംഗത്ത് വരുന്നൊരു കാലമാണ്. ആരെയും ഇസ്ലാമിൻ്റെ ഒരു ചട്ടക്കൂട്ടിനകത്ത് പിടിച്ച് കെട്ടി നിർത്താം എന്ന് നമ്മളാർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ദീനൊക്കെ കൂടി ഏതെങ്കിലും യുക്തിവാദിയുടെയോ ഭൗതികവാദിയുടെയോ നിരീശ്വരവാദിയുടെയോ ഒക്കെ പ്രചാരണം കേട്ട് അലിഞ്ഞില്ലാതായി പോകും എന്നുള്ളൊരു വേവലാതിയും നമ്മളാരും പ്രകടിപ്പിക്കേണ്ടതില്ല. തീർച്ചയായും പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു അവതരിപ്പിച്ച എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തകത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല. അള്ളാഹു അത് പറയുന്നത് ഒരു ആശയത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് കൂടിയാണ്. തീർച്ചയായും നാം ആണ് ഇതിനെ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളില്ലാതെ ഖുർആൻ നിലനിൽക്കും എന്ന് മാത്രമല്ല, ഖുർആനിന്റെ വാഹകരായി, അതിൻ്റെ പ്രബോധകരായി, അത് ജീവിതത്തിൽ പകർത്തുന്നവരായി ഒരു സമൂഹം ഏത് കാലഘട്ടത്തിലും ലോകത്തുണ്ടാകുമെന്നാണ്. നമ്മളിങ്ങനെ യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ നാട്ടിലിങ്ങനെ വ്യാപകമായ തോതിൽ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം ചെറുപ്പക്കാരുടെ, മുസ്ലിം യുവതികളുടെ തലച്ചോറുകളിലേക്ക് യുക്തിവാദവും ഭൗതികവാദവും ഒക്കെ കടന്നു വരുന്നു എന്നുള്ള കണക്കുകൾ കേൾക്കുമ്പോൾ വേവലാതിയും ആകുലതയും അല്ല നമുക്കുണ്ടാകേണ്ടത്. അതിലുപരിയായി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നു എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അള്ളാഹുവിൻ്റെ ദീനിന് നേരെ യുക്തിവാദി വിരൽ ചൂണ്ടുമ്പോൾ ആ ചോദ്യം എന്താണ് എന്ന് പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആ ഒരു ദൗത്യമാണ്, ആ ഉത്തരവാദിത്തമാണ് അത്തരം ഘട്ടങ്ങളിലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടി വരേണ്ടത്. ഇതൊക്കെ കൂടി ഏതെങ്കിലും ഒരു യുക്തിവാദിയുടെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കടന്നു വരുന്ന ഒരു ഭൗതികവാദിയുടെ ഒരു പുസ്തകം കൊണ്ടോ, ഒരു പ്രസംഗം കൊണ്ടോ, ഒരു പ്രചാരണം കൊണ്ടോ ഇല്ലാതാകുന്ന ഒരു ദീനിനെ അല്ല നമ്മൾ ആരും പ്രതിദാനം ചെയ്യുന്നത്. എല്ലാ യുക്തിവാദികളും കൂടെ ഒരുമിച്ച് നിന്ന് ഊതിക്കെടുത്തിയാലും കെട്ടുപോകാത്ത ഒരു വെളിച്ചത്തെയാണ്, അള്ളാഹുവിന്റെ പ്രകാശത്തെയാണ് ഞാനും നിങ്ങളുമൊക്കെ പ്രതിനിധാനം ചെയ്യുന്നത്. ഊതുന്നവരും കെടുത്തുന്നവരും കെടുത്താൻ മോഹിക്കുന്നവരും തങ്ങളുടെ കയ്യിലുള്ള വായു കൊണ്ട് ഊതിക്കെടുത്താം എന്ന് കരുതുന്നവരൊക്കെ എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടാവും. അതിന്നുണ്ട്. ഇസ്ലാം ദീൻ മറ്റുള്ള മതങ്ങളോടൊന്നുമില്ലാത്ത വിരോധം ഇസ്ലാമിനോട് കാണിക്കുക, മറ്റുള്ള വിശ്വാസങ്ങളോടൊന്നുമില്ലാത്ത അതിശക്തമായ എതിർപ്പ് ഇസ്ലാമിക വിശ്വാസത്തോടും ആശയത്തോടും പ്രകടിപ്പിക്കുക. ക്രൈസ്തവ വിശ്വാസമോ
ഹൈന്ദവ വിശ്വാസമോ ആക്രമിക്കപ്പെടുന്നതിനേക്കാളേറെ ഇസ്ലാമിക വിശ്വാസത്തെ നിരന്തരമായ ആക്രമങ്ങൾക്ക് വിധേയമാക്കുക. ഇത് യുക്തിവാദികൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും സ്വീകരിച്ചു പോരുന്ന അവരുടെ രീതിയാണ് പുതിയ കാലത്ത്. അതിനെയാണ് നമ്മൾ നവനാസ്തികത എന്നൊക്കെ വിളിച്ചു പോരുന്നത്. നവനാസ്തികതയുടെ മുമ്പിൽ ശത്രു എല്ലാ മതങ്ങളുമല്ല, ഇസ്ലാം മാത്രമാണ്. നവനാസ്തികതയുടെ മുമ്പിൽ എല്ലാ മതത്തിൻ്റെയും ആചാര്യന്മാർ അവർക്ക് ശത്രുക്കളല്ല, അവരുടെ ശത്രു മുഹമ്മദ് നബി മാത്രമാണ്. അവർക്ക് എല്ലാ മതവും തകർക്കപ്പെടണം എന്ന ലക്ഷ്യമൊന്നുമില്ല, ഇസ്ലാം ഇല്ലാതാകണം എന്ന് മാത്രമേ അവർ ലക്ഷ്യം വെക്കുന്നുള്ളൂ. അത് ഞാൻ പറയുന്നത് ഇസ്ലാമിക പ്രബോധകന്മാരുടെ മുമ്പിലുള്ള അവസരങ്ങളാണ്, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനത്തിനുള്ള സാഹചര്യങ്ങളാണ്, സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കി തരുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള അവസരങ്ങളാക്കി മാറ്റാനുള്ള തീരുമാനങ്ങളും യുക്തിയും അതിനുള്ള ബുദ്ധിയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളുമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനാവശ്യമായ ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ഒരു പ്രബോധകനായി മാറാനുള്ള, പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമ്മൾക്കെതിരെ, വിശ്വാസത്തിനെതിരെ, ഇസ്ലാമിനെതിരെ ഉണ്ടായി വരുന്ന ഓരോ ആരോപണങ്ങളെയും എതിർപ്പുകളെയും അതിജീവിക്കേണ്ടത് തിരിച്ചുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ്. അത് നമ്മൾ ഏതെങ്കിലും ഒരാളെ കാത്തു നിന്നിട്ടോ ഏതെങ്കിലും ഒരു 10 ആളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ഓരോരുത്തർക്കും പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയണം. ഒരു മൈക്കിന് മുമ്പിൽ നിന്നിട്ട് ഒരു വലിയ പ്രഭാഷണം നടത്തുന്നതിന് മാത്രമല്ലല്ലോ പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരുത്തനോട് നിരന്തരമായി സംസാരിക്കുന്നത്, അയാൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും പ്രാമാണികമായി ഉത്തരം പറയുന്നത് ഒരു വലിയ പ്രബോധന പ്രവർത്തനമാണ്. നമ്മുടെ അറിവ് കൂടാനും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് അതിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാകാനും ഇസ്ലാം എത്രത്തോളം തെളിമയുള്ള ഒരാശയമാണ് എന്ന് നമുക്ക് അനുഭവപ്പെടാനും നമ്മൾ മറ്റുള്ളവരോട് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കണം. എനിക്കൊന്നും അറിയില്ല, ഞാനതുകൊണ്ട് ഓഫീസിൽ ഇങ്ങനെ 2 ആൾക്കാരുണ്ട്, അവരോടൊന്നും പറയാൻ പോകാറില്ല എന്നൊരു സമീപനം നമ്മൾ സ്വീകരിക്കരുത്. നമ്മൾ അങ്ങോട്ട് പോയി ആളുകളോട് സംസാരിക്കണം, ദീനിനെ കുറിച്ച് നമ്മൾ പറയണം. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ കോണിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആരോടും പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ ചിലത് ദീനിനകത്തുണ്ട്. ഹദീസിന്റെ കിതാബുകളുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ന്യൂനതയും കുറ്റവും കുറവും പോരായ്മകളൊക്കെ ദീനിനുണ്ട്. അങ്ങനത്തെ ഒരു തോന്നൽ, അത്തരത്തിലുള്ള ഒരു കുറ്റബോധം, അവമതിപ്പ് നമുക്ക് നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പാടില്ല. ഏത് കുതന്ത്രക്കാരനോടും ഏത് തരത്തിലുള്ള എതിരാളിയോടും നേരിടാൻ മാത്രമുള്ള പ്രാമാണികമായ കരുത്തുള്ളൊരു മതത്തിലാണ് ഞാനും നിങ്ങൾ. പരിമിതി എന്ന് പറയുന്നത് നമ്മുടെ അറിവുകൾക്കാണ്. ഹദീസുകൾ എത്രത്തോളം നമുക്കറിയുമോ അത്ര കണ്ട് നമുക്ക് ജനങ്ങളോട് സംസാരിക്കാൻ കഴിയും. എത്ര കണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓതുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ടോ അത്ര കണ്ട് മറ്റുള്ളവരോട് നമുക്ക് ദീനിനെ പ്രബോധനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള ആയുധം സംഭരിക്കുക എന്നത്, അതിന് പ്രാപ്തരായി മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ആരെയും കാത്തു നിൽക്കാതെ, എൻ്റെ കൂടെ ഒരു വലിയ പണ്ഡിതനുണ്ട്, ഞാൻ അയാളെ കൂട്ടി വരാമെന്നല്ല, നിങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് തർക്കം നടത്തുന്നവരോട്, ഇസ്ലാമിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നവരോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നവരോട് നമ്മൾ ഓരോരുത്തരുമാണ് സംസാരിച്ച് തുടങ്ങേണ്ടത്. അങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റയിരിപ്പിൽ ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല, ഒരുപക്ഷെ ഒരാൾക്കും കഴിയില്ല. കാരണം ഏറ്റവും അധികം ഗവേഷണങ്ങൾ ഇസ്ലാമിനെതിരെ, വിശ്വാസത്തിനെതിരെ, മുഹമ്മദ് നബിക്കെതിരെ, ഹദീസുകൾക്കെതിരെ, ഖുർആനിനെതിരെ നിരന്തരമായി ഓരോ മണിക്കൂറുകളിലും പുതിയ ആരോപണങ്ങളും പുതിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കടന്നു വരുന്നൊരു കാലത്താണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുക, ധൈര്യമായി സംസാരിക്കുക. ലോകത്ത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സെക്കൻഡ് വരെ ഉന്നയിക്കപ്പെട്ടതിനേക്കാൾ പുതിയ ഒരാരോപണവും ഇസ്ലാമിനെതിരെ ഇനി ലോകത്ത് ഉയരാനൊന്നുമില്ല. ഇതുവരെ വിമർശിക്കപ്പെട്ടതിനേക്കാൾ വലിയ ഒരു വിമർശനവുമായി ഏതെങ്കിലും ഒരു ശത്രു ഇനി കടന്നു വരാനുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, എന്തൊക്കെ വിമർശനങ്ങൾ ഒരു മതം എന്നുള്ള നിലയ്ക്ക് നേരിടേണ്ടി വരുമോ അതെല്ലാം നേരിട്ട
അതിനെല്ലാം മറുപടി പറഞ്ഞ, അതിനെല്ലാം വിശദീകരണങ്ങൾ നൽകിയ ഒരു ദീനിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പഠനത്തെ, നമ്മുടെ വായനയെ നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്, വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഖുർആനിൽ നമുക്ക് ഓരോരുത്തർക്കും, ഞാൻ പറയുന്നത് നമ്മുടെ കൂട്ടത്തിൽ സെലക്റ്റീവായ ഏതെങ്കിലും ഒരു 10 ആളുകൾക്ക് അറിയണമെന്ന അർത്ഥത്തിലല്ല, നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവുകൾ ഉണ്ടാകണം, നിരന്തരമായ വായനകൾ ഉണ്ടാകണം, പഠനങ്ങൾ ഉണ്ടാകണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ അറിവും ആഴത്തിലുള്ള കാഴ്ചപ്പാടുകളും നമുക്കുണ്ടാകണം. വായിക്കാനും പഠിക്കാനും, നിരന്തരമായി വായിക്കാനും പഠിക്കാനും നമ്മൾ അവസരങ്ങൾ കണ്ടെത്തണം. മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹുവെ കരുത്തു പകരണേ എന്നൊരാഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടാകണം. ഏത് ചോദ്യം വന്നാലും, ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും, എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങൾ 10 ആളിരിക്കുമ്പോൾ അവിടെ ഇസ്ലാമിനെ കുറിച്ച് ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടാലും അത് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധ്യമാകണേ എന്നൊരാഗ്രഹം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്കുണ്ടാകണം. അങ്ങനെ നമ്മൾ ഇറങ്ങുകയും അധ്വാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ നമ്മളെ കൊണ്ട് സാധ്യമാണ് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത്. ആരെയും കാത്തു നിൽക്കാതെ ഏതെങ്കിലും ഒരാൾ വന്ന് സംശയ നിവൃത്തി വരുത്തട്ടെ എന്ന് കരുതി മറ്റൊരാളെ പ്രതീക്ഷിച്ചിരിക്കാതെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ഇസ്ലാമിക പ്രബോധനങ്ങൾ നിർവഹിക്കാൻ കഴിയും. സഹോദരങ്ങളെ, അതിനുവേണ്ടി ഉള്ള ആയുധങ്ങൾ സംഭരിക്കാൻ, നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കാൻ, പഠിച്ചുകൊണ്ടിരിക്കാൻ, അള്ളാഹുവിൻ്റെ ദീനിനെ പ്രതിദാനം ചെയ്യുന്നു എന്നൊരു ആത്മവിശ്വാസത്തോടെ, ആത്മാഭിമാനത്തോടെ, ആദർശത്തിൻ്റെ ആത്മാഭിമാനത്തോടു കൂടെ ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ, കേരളത്തിലെ ഏറ്റവും ആധികാരികമായ പരിഭാഷ എന്ന് പറയുന്നത് മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ ഖുർആൻ വിവരണമാണ്. സംഘടനാ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഖുർആൻ പഠനത്തിന് അവലംബിക്കുന്നത് മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ ഖുർആൻ വിവരണമാണ്. കെ മൗലവി ഉൾപ്പെടെയുള്ള, PK മൂസ മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉദ്യമം തുടങ്ങുന്ന കാലത്ത് മുഹമ്മദ് അമാനി മൗലവിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കുമ്പോൾ അമാനി മൗലവി മാത്രമാണ് പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി അതിൻ്റെ വ്യാഖ്യാനം എഴുതി, വിശദീകരണം എഴുതി തയ്യാറാക്കി കഴിയുമ്പോൾ അമാനി മൗലവി മാത്രമാണ് ആ കർത്തവ്യത്തിൽ ഉണ്ടായിരുന്നത്. CN അഹമ്മദ് മൗലവിയുടെ പ്രവർത്തനങ്ങളാണ് ഒരു ഖുർആൻ പരിഭാഷ വേണം എന്ന ചിന്ത കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ, വിശിഷ്യ KM മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരുടെയൊക്കെ മുമ്പിലേക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുന്നത്. CN അഹമ്മദ് മൗലവി വ്യാപകമായ തോതിൽ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഖുർആനിൽ പറയുന്ന അമാനുഷികമായ കാര്യങ്ങൾ നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് പരിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ ഒരു പരിഭാഷ മലയാളത്തിൽ തയ്യാറാക്കണം എന്ന ചർച്ചയുണ്ടാകുന്നത്. ആ ഉത്തരവാദിത്തമാണ് അമാനി മൗലവി അടക്കമുള്ള ആളുകളിൽ ഏൽപ്പിക്കപ്പെടുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. CN അഹമ്മദ് മൗലവി അദ്ദേഹം നിഷേധിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ പ്രത്യക്ഷത്തിൽ പറയുന്ന പല കാര്യങ്ങളെയും CN ഒന്ന് നിഷേധിക്കുകയുണ്ടായി. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ നമുക്ക് കാണാം, മൂസാ നബി അലൈഹി ഇസ്ലാം വടികൊണ്ട് സമുദ്രത്തിലടിച്ച് സമുദ്രം 2ആയി പിളർന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയും അനുയായികളും അക്കരെ പറ്റി ഫിർഔനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും സമുദ്രത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നുള്ളത് ഞാനും നിങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. വടികൊണ്ട് വെള്ളത്തിലടിച്ചാൽ വെള്ളം ഇങ്ങനെ വകഞ്ഞു മാറി നിൽക്കുകയും അവിടെ ഒരു ഉണങ്ങിയ വഴി ഉണ്ടാവുകയും അതിലൂടെ കുറച്ച് ആളുകൾ നടന്ന് അക്കരെ പറ്റുകയും പിന്നാലെ പോയ ആളുകൾ നടുക്കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഒരു തെളിവില്ലാതെ നമ്മൾ ശക്തമായി ഒരു സംശയമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നത് അത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷെ CN അതിനെ വിശദീകരിച്ചപ്പോൾ എല്ലാവർക്കും പരിശുദ്ധ ഖുർആനിനോടൊരു അവമതിപ്പുണ്ടാകാതിരിക്കാൻ CNൻ്റെ ഭാഷ അതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് ഇത് വിശ്വാസം വരില്ല. അപ്പോൾ ഖുർആൻ പറയുന്ന മറ്റു കാര്യങ്ങളോടും വിശ്വാസമില്ലാതെ ആവും. അതുകൊണ്ട് ആളുകൾക്ക് ബോധ്യപ്പെടുന്ന വിധം അദ്ദേഹം ഖുർആനിനെ വ്യാഖ്യാനിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിയിട്ട് ആഴല്ലാത്ത സ്ഥലങ്ങൾ നോക്കി അങ്ങനെ നടന്നുപോയി. എന്നിട്ടാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയും കൂടെയുള്ളവരും രക്ഷപ്പെട്ടത്. ആ രീതിയിലാണ് CN വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുക. അത്തരമൊരു പശ്ചാത്തലത്തിലാണ്
പരിശുദ്ധ ഖുർആനിന് മലയാളത്തിൽ പരിഭാഷ വേണം എന്ന ശക്തമായ ചർച്ചകൾ ഉണ്ടാകുന്നത്. ആ ചർച്ചകളുടെ ഉത്തരമായിട്ടാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ ഉണ്ടാകുന്നത്. ഞാനതിൽ പറയാൻ ആഗ്രഹിച്ച ഒരു സാധനം, മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ 25 വർഷക്കാലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഭാഗമാണ്. 25 കൊല്ലം, ഒരു മനുഷ്യാധ്വാനത്തിൻ്റെ 25 കൊല്ലം എന്ന് പറയുന്നത് നിങ്ങൾ സങ്കല്പിച്ചു നോക്ക്. നമുക്കിപ്പോൾ 50 വയസ്സുള്ള ഒരാൾക്ക് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അമാനി മൗലവി പറയുക, ഖുർആനിനെ പരിഭാഷപ്പെടുത്താൻ ചെലവഴിക്കപ്പെട്ടു എന്നാണ്. ഖുർആൻ പരിഭാഷപ്പെടുത്താൻ വേണ്ടി മാത്രം ഒരു മനുഷ്യൻ്റെ, നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ച ഒരാളുടെ 25 കൊല്ലം ചെലവഴിക്കപ്പെടുക. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളൊക്കെ ഖുതുബ പറയുമ്പോൾ, നമ്മുടെ കേരളത്തിലെ 10,000-കണക്കിന് മിമ്പറുകളിൽ ഖുതുബകൾ പറയുമ്പോൾ അവരൊക്കെ അവലംബിക്കുന്നത് മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷയാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ 6-ാമത്തെ ആയത്ത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചവരെ നാം ജീവിപ്പിക്കും. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവർ മുമ്പ് ചെയ്തു വെച്ചതും അതിൻ്റെ പ്രതിധ്വനികളെയും നാം അവർക്ക് വേണ്ടി രേഖപ്പെടുത്തും. ആസാർ എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു പ്രവർത്തനത്തിന് നമ്മുടെ ജീവിതകാലത്തോ നമ്മുടെ മരണശേഷമോ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങളെയാണ് ആസാർ എന്ന് പറയുക. മുഹമ്മദ് അമാനി മൗലവി 25 കൊല്ലം ചെലവഴിച്ച് ഖുർആൻ പരിഭാഷ എഴുതി ഉണ്ടാക്കിയിട്ട് ഇന്നും ഈ വെള്ളിയാഴ്ചയും മിമ്പറിൽ കയറിയ ആയിരക്കണക്കിന് ആളുകൾ മുഹമ്മദ് അമാനി മൗലവിയുടെ പരിഭാഷ തുറന്ന് അതിൽ നിന്ന് നോക്കിയാണ്, അത് റെഫറൻസായി ഉപയോഗിച്ചിട്ടാണ് ഖുതുബ നിർവഹിച്ചത്. അമാനി മൗലവിയുടെ ഖബറിലേക്ക് പോകുന്ന പ്രതിഫലത്തിൻ്റെ അളവ് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖബറിലേക്ക് പോകുന്ന പ്രതിഫലത്തിൻ്റെ അളവ് എത്രയാണ്? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും. മുഹമ്മദ് അമാനി മൗലവി കേരളത്തിലെ പൊതുസമൂഹത്തിന് പരിചയമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊന്നും വന്നിട്ടില്ലാത്ത, ഔദ്യോഗിക പദവികളിലൊന്നും വന്നിട്ടില്ലാത്ത, KNM-ന്റെ സംസ്ഥാന പ്രസിഡന്റുമാരുടെയോ ജനറൽ സെക്രട്ടറിമാരുടെയോ പേരെഴുതുന്ന കൂട്ടത്തിൽ അവിടെ ഒന്നും ലിസ്റ്റ് ചെയ്യപ്പെടാത്ത ഒരാളാണ് മുഹമ്മദ് അമാനി മൗലവി. പക്ഷേ ആരും ആ മഹാനേതാക്കന്മാരെ അറിയാത്തവർക്ക് പോലും മുഹമ്മദ് അമാനി മൗലവിയെ അറിയാം. ജീവിതം കൊണ്ട്, തൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് തൻ്റെ ജീവിതത്തെ രേഖപ്പെടുത്തി കടന്നുപോയ മുഹമ്മദ് അമാനി മൗലവി. ആ അമാനി മൗലവി നമുക്ക് പാഠമാകണം. പഠിക്കാനും കൂടുതൽ അറിയാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ കൂടുതൽ അധ്വാനിക്കാനും സമയം കണ്ടെത്താനും ജീവിതത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള വിഭവങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഉൾപ്രേരണയായി അമാനി മൗലവിയും അദ്ദേഹത്തിൻ്റെ വർക്കുകളും മാറണം. സഹോദരങ്ങളെ, വലിയ പഠനങ്ങൾക്ക് നാം സന്നദ്ധമാവുക, നിരന്തരമായ വായനകൾക്ക് നാം സന്നദ്ധരാവുക. അതിലൂടെയാണ് നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായ മുന്നേറ്റങ്ങൾക്ക് സാധ്യമാവുക എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ISM-ൻ്റെ തുടർന്നുള്ള പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായ സഹകരണങ്ങളും പങ്കാളിത്തങ്ങളും ഉണ്ടാകണേ എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അവനെ സൂക്ഷിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദവൃത്തവാന്മാരിൽ കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.